എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ പോക്സിനെ കുറിച്ച് നോക്കാം. ഈ ചൂട് കാലത്താണ് ചിക്കൻ പോക്സ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ആധുനിക ചികിത്സ പ്രകാരം ഈ വൈറസ് വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ചിക്കൻ പോക്സ് പരത്തുന്നതെന്ന് പറയാറുണ്ട്. ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരാൾക്ക് ചിക്കൻ പോക്സ് വന്ന് അവർ കുളിച്ച് കയറുമ്പോൾ ആരെയാണോ കാണുന്നത് അവർക്ക് ചിക്കൻ പോക്സ് വരുമെന്നുള്ള പ്രചാരണം പോലും ഉണ്ട്. ചില ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ചിക്കൻ പോക്സ് വരുന്നവർ, അങ്ങനെ പല വിശ്വാസങ്ങൾ ഈ ചിക്കൻ പോക്സിനെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് പരത്തുന്നത് കൊണ്ട് തന്നെ അവരെന്തെയും വേറെ ആൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു റൂമിലായിരിക്കും ആ വ്യക്തി ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഇതിനു മുന്നേ തന്നെ ചെറിയ ദേഹ അസ്വസ്ഥത, ശരീരവേദന ഉണ്ടാകും, പനി വരുന്ന പോലത്തെ അവസ്ഥയുണ്ടാകും. അപ്പോഴത്തേക്ക് ചെറിയ കുരുക്കൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ കുരുക്കൾ കാണുമ്പോൾ ഇതൊരു തീപ്പൊക്കുള പോലെയുള്ളൊരു കുരുക്കളായിട്ടാണ് ആദ്യം വരുന്നത്. ഇത് പൊന്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തൊണ്ടവേദന, ശരീരം മുഴുവൻ പനി കൂടിയ അവസ്ഥ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആധുനിക ചികിത്സ പ്രകാരം ചിലപ്പോൾ 2 ആഴ്ചയോ 1 മാസമോ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗം മാറുന്ന ഒരു കാലഘട്ടമായിട്ട് മാറാറുണ്ട്. എന്നാൽ അക്യുപഞ്ചർ രീതി പ്രകാരം നമ്മുടെ ശരീരത്തിൽ രക്തത്തിലടങ്ങിയ മാലിന്യങ്ങൾ, ടോക്സിക്സ്, അത് വേസ്റ്റ് ചർമ്മത്തിലൂടെ പുറന്തള്ളുന്നതിനെയാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ദിവസമോ 5 ദിവസമോ 7 ദിവസവും കൊണ്ട് ഈ ചിക്കൻ പോക്സ് മാറുന്നത് കാണാം. പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഫുഡ്. വിശപ്പ് വളരെ കുറവായിരിക്കും. ചിക്കൻ പോക്സ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് മുൻകൂട്ടി ഒരാഴ്ച മുന്നേ ശരീര ലക്ഷണം കാണിക്കും. നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അതുപോലെ തന്നെ വിശപ്പ് വളരെ കുറവായിരിക്കും. ഈ ടൈമിൽ നിങ്ങൾ ആ വിശപ്പിനെ നോക്കി ക്ഷീണത്തിനൊന്ന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ആ ഒരു ചിക്കൻ പോക്സ് എന്ന അവസ്ഥ മാറും. നിങ്ങളുടെ മുഴുവൻ കല പോലും, ആ കുരുക്കൾ വന്ന കല പോലും ഇല്ലാണ്ടായി ശരീരം നമ്മൾ എങ്ങനെയാണോ സാധാരണ സ്കിൻ അതുപോലെ ആക്കി തരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ആദ്യമേ അത് ചിന്തിക്കണം. അതുപോലെ തന്നെ വേണ്ടത് പേഷ്യൻ്റ് ഭയം പാടില്ല. ഭയം, ആങ്സൈറ്റി ഇതൊന്നും പാടില്ല. അവർക്ക് ശാന്തമായിട്ടിരുന്ന് ഇത് ശരീരം വേസ്റ്റ് പുറന്തള്ളുകയാണെന്നുള്ള ബോധ്യത്തോടെ ഇരുന്ന് നമുക്ക് വിശപ്പ് നോക്കി ആഹരിച്ചു കഴിഞ്ഞാൽ ഈ ചിക്കൻ പോക്സ് എന്നുള്ള അവസ്ഥ പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. ആ സമയത്ത് കഴിവതും ഫ്രൂട്ട്സുകൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉപ്പ് കഴിവതും ഒഴിവാക്കുക. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കരിക്കും ജ്യൂസ് പോലെയുള്ളവ വിശപ്പിന് അനുസരിച്ച് മാത്രം കഴിച്ചാൽ പെട്ടെന്ന് രോഗം റിക്കവറാവും. ആ ക്ഷീണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇനി ചില വ്യക്തികൾക്ക് ചില രുചികളോട് ഭയങ്കര ഇഷ്ടം വരും ആ രോഗാവസ്ഥയിൽ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രുചിയുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്. കഴിവതും ഫ്രൂട്ട്സ് പോലുള്ള എന്തെങ്കിലും രോഗം വരുമ്പോൾ ഫ്രൂട്ട്സ് പോലുള്ളവ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗം പെട്ടെന്ന് മാറും. ഈ രോഗമല്ല, ഏത് രോഗമായിക്കോട്ടെ, ചിക്കൻ പോക്സ് ആയാലും വേറൊരു അസുഖമായാലും, നിങ്ങൾക്ക് എന്താണോ ക്ഷീണം വരുന്ന സമയത്ത് നിങ്ങൾ ഫ്രൂട്ട്സുകളും സലാഡ്സും പോലെയുള്ള പച്ചയായിട്ടുള്ളത് കഴിക്കുകയും അത് വിശപ്പിനനുസരിച്ച് റെസ്റ്റ് കൊടുക്കുക. വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുടിക്കുക. പിന്നെ ശരീരത്തിന് വിശ്രമം കൊടുക്കുക. ഉറക്കം രാത്രി 9 മണിക്ക് കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് രോഗമായിക്കോട്ടെ അത് പെട്ടെന്ന് മാറുന്നത് കാണാം. രോഗം വരില്ല എന്നല്ല, രോഗം വന്നാലും നമുക്ക് 3 ദിവസം 5 ദിവസം 7 ദിവസം ഈ ദിവസത്തിനുള്ളിൽ അത് മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എനർജറ്റിക് ആവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ ഒരു അക്യുപഞ്ചറിനെ സമീപിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ഇത് പാലിച്ചു പോയാൽ ഈ രോഗം പെട്ടെന്ന് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.